അശ്വിൻ പറഞ്ഞു വെച്ചത് മറ്റൊന്നാണ്. ഹി മർഡേഴ്സ് സ്പിൻ ഇൻ മിഡിൽ ഓവേഴ്സ്. അതെ, അയാൾ സ്പിൻ ബൗളർമാർക്കെതിരെ യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ നിറഞ്ഞാടുന്ന ഒരു ബാറ്ററാണ്. ഹായ്, നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലും വിജയ് ഹസാരെ ട്രോഫിയിലും മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന സർഫറാസ് നൗഷാദ് ഖാൻ എന്ന കളിക്കാരനെ കുറിച്ചാണ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആഭ്യന്തര ക്രിക്കറ്റിൽ പലകുറി പ്രതിഭ തെളിയിച്ചിട്ടും ഇന്ത്യൻ ടീമിൽ ഇടം നേടാൻ കഴിയാതെ പോയ ഒരു താരമായിരുന്നു സർഫറാസ് ഖാൻ. എന്നാൽ 2024 ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ അദ്ദേഹത്തിന് ഇടം ലഭിക്കുന്നു. ഇംഗ്ലണ്ടിനെതിരെ തുടർച്ചയായി 2 ഇന്നിങ്സുകളിലും 50 നേടുന്നു. അതിലൂടെ അയാൾ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നു. കളിച്ചത് 6 ഇന്നിങ്സുകളാണ്. അതിൽ 1 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറികളുമായി അദ്ദേഹം കരുത്തുകാട്ടി. പക്ഷേ അതുകൊണ്ടൊന്നും സെലക്ടർമാർ തൃപ്തരായിരുന്നില്ല എന്ന് വേണം പറയാൻ. പലപ്പോഴും അദ്ദേഹത്തിന് ടീമിൽ ഇടം പിടിക്കാൻ വിലങ്ങുതൊടിയായി നിന്നത് അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ആയിരുന്നു. സർഫറാസ് ഖാൻ തൻ്റെ കഠിന പരിശ്രമത്തിലൂടെ വെയ്റ്റ് ലോസിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അത് അദ്ദേഹം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലവിലെ ആ ഫിറ്റ്നസ് നമുക്ക് കാണിച്ചു തരുന്നത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മികവാർന്ന പ്രകടനങ്ങൾ മാത്രം മതിയാകുമായിരുന്നില്ല ഇന്ത്യൻ ടീമിലേക്ക് എത്തിപ്പെടാൻ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോഴും ആ അവസ്ഥ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നും പ്രകടനമാണ് അയാൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കണ്ണു തുറന്ന് കാണാൻ സെലക്ടർമാർ പലപ്പോഴും മടിക്കുന്നു. അത്രയേറെ പ്രതിഭയുള്ള ഒരു താരം തന്നെയാണ് സർഫറാസ് ഖാൻ. പക്ഷേ IPL അയാൾക്ക് വേണ്ടത്ര മികവ് പുലർത്താൻ സാധിച്ചിട്ടില്ല എന്നതിനേക്കാൾ ഉപരി അതിനുള്ള അവസരം അയാൾക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് സത്യം. പല ടീമുകളിലായി IPL കളിച്ചെങ്കിലും 2023 ശേഷം IPL ഒരൊറ്റ ടീമും അദ്ദേഹത്തെ വിളിച്ചെടുക്കാൻ പോലും തയ്യാറായിരുന്നില്ല. 2026 IPL വരാനിരിക്കുമ്പോൾ ലേലത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം അൺസോൾഡായി പോയതാണ്. പക്ഷേ അടിസ്ഥാന തുകയായ 75 ലക്ഷത്തിന് ചെന്നൈ സൂപ്പർ കിങ് കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗ് അയാളെ വിളിച്ചെടുക്കുമ്പോൾ പല കണക്കുകൂട്ടലുകളും തന്ത്രശാലിയായ സ്റ്റീഫൻ ഫ്ലെമിങ്ങിൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാകും എന്നതിലൊരു സംശയവുമില്ല. CSKയ്ക്ക് അഭിമാനിക്കാം, ഫ്ലെമിങ്ങിന് സന്തോഷിക്കാം. അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നില്ല. ആ കണക്കുകൂട്ടലുകളെ ബലപ്പെടുത്തുന്ന പ്രകടനമെന്ന് പറഞ്ഞുകൂടാ, അതിശയിപ്പിക്കുന്ന മിന്നും പ്രകടനമാണ് സർഫറാസ് നൗഷാദ് ഖാൻ ആഭ്യന്തര ക്രിക്കറ്റിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലും വിജയ് ഹസാരെ ട്രോഫിയിലും സെഞ്ചുറികൾ അടിച്ചുകൂട്ടുന്നു, 50കൾ അടിച്ചുകൂട്ടുന്നു. അതിലേറ്റവും മികവാർന്നത് ഏതെന്ന് ചോദിച്ചാൽ ഒന്നിനൊന്ന് മികച്ച ഇന്നിങ്സുകളാണ് എല്ലാം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും അവസാനം ഗോവയ്ക്കെതിരെ 75 പന്തിൽ നേടിയ 157 ഒരു മിന്നും പ്രകടനമായിരുന്നു. തൻ്റെ സഹോദരൻ മുഷീർ ഖാനുമൊത്തുള്ള ഒരു പാർട്ണർഷിപ്പ് 99 റൺസ് പാർട്ണർഷിപ്പ് പടുത്തുയർത്തുന്നു. അതിനുശേഷം സെഞ്ചുറി അടിച്ച് 157 അയാൾ ആ പടയോട്ടം നിർത്തിയത്. മികവാർന്ന വിജയമായിരുന്നു അന്ന് ഗോവയ്ക്കെതിരെ സർഫറാസ് ഖാൻ്റെ ബാറ്റിംഗ് മികവിൽ മുംബൈ നേടിയെടുത്തത്. മുംബൈക്ക് വേണ്ടി നിറഞ്ഞാടിയ മത്സരത്തിൽ മറുവശത്ത് പന്തെറിയാനെത്തിയത് സച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൻ അർജുൻ ടെണ്ടുൽക്കർ വരെയുണ്ടായിരുന്നു. അർജുൻ ടെണ്ടുൽക്കർ ആവോളം അയാളുടെ ബാറ്റിൻ്റെ ചൂടറിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ആസാമിനെതിരെ 47 പന്തിൽ 100, കേരളത്തിനെതിരെ 40 പന്തിൽ 52, ഹരിയാനയ്ക്കെതിരെ 25 പന്തിൽ 64, രാജസ്ഥാനെതിരെ 22 പന്തിൽ 73. ഒരു മാരക ഇന്നിങ്സ് ആയിരുന്നു ആ ഒരു ഇന്നിങ്സ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വെടിക്കെട്ട് ബാറ്റിംഗ്, സിക്സറുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു അന്നത്തെ ആ ഒരു ഇന്നിങ്സിൽ നടത്തിയത്. ഉത്തരാഖണ്ഡിനെതിരെ 49 പന്തിൽ 55. നേരത്തെ പറഞ്ഞ ഗോവയ്ക്കെതിരെയുള്ള ഇന്നിങ്സ് 75 പന്തിൽ 157. 14 സിക്സുകളായിരുന്നു ആ ഇന്നിങ്സിൽ അടങ്ങിയിരുന്നത്. ടൈമിങ്ങും കരുത്തും എല്ലാം ഒത്തുചേർന്ന ഒരു അത്യുജ്വല ഇന്നിങ്സ് ആയിരുന്നു അന്ന് ഗോവയ്ക്കെതിരെ നേടിയത്. അതെ, ഫ്ലെമിങ്ങിൻ്റെ കണക്കുകൂട്ടലുകളൊന്നും തെറ്റുന്നില്ല. വെറും അടിസ്ഥാന തുകയായ 75 ലക്ഷത്തിന് നേടിയെടുത്തത് ഒരു 1.5 മുതലിനെയാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർ വളരെ ആവേശത്തിലാണ്. സർഫറാസ് ഖാൻ്റെ ഈ പ്രകടനത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ഫ്ലെമിങ്ങിനോട് ചോദിച്ചപ്പോൾ സർഫറാസ് ഖാൻ മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നു, IPL CSKയുടെ പ്ലേയിങ് 11 ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പുഞ്ചിരിയായിരുന്നു ഫ്ലെമിങ്ങിൻ്റെ മുഖത്ത് വിരിഞ്ഞത്. അടിസ്ഥാന തുകയായ 75 ലക്ഷത്തിന് ആ ഒരു മുതലിനെ ചെന്നൈ ടീമിൽ എത്തിക്കാൻ അറിയാമെങ്കിൽ അയാളെ ഏതു വിധത്തിൽ ഉപയോഗിക്കണമെന്നും ഞങ്ങൾക്ക് വേണ്ടതുപോലെ അറിയാമെന്ന് ആ ഒരു പുഞ്ചിരിയിൽ മറഞ്ഞിരിക്കുന്ന ഒരു മറുപടിയായി നമുക്ക് കണക്കാക്കാം. സർഫറാസ് ഖാനെ കുറിച്ച് അശ്വിൻ പറഞ്ഞു വെച്ചത് മറ്റൊന്നാണ്. ഹി മർഡേഴ്സ് സ്പിൻ ഇൻ മിഡിൽ ഓവേഴ്സ്.
അതെ, അയാൾ സ്പിൻ ബൗളർമാർക്കെതിരെ യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ നിറഞ്ഞാടുന്ന ഒരു ബാറ്ററാണ്. അത് നമുക്ക് വരുന്ന IPL ചെന്നൈക്ക് വേണ്ടി മൈതാനങ്ങളിൽ ആവോളം ആസ്വദിക്കാൻ കഴിയും എന്നതിൽ സംശയമില്ല. അതിനുള്ള അവസരം അയാൾക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഒരിക്കൽ കൂടി നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.